പക്ഷേ ഞാൻ തിരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ തിരുത്തേണ്ടതെന്നും ഞാൻ പറഞ്ഞതിലെ തെറ്റെന്താണെന്നും നിങ്ങൾ ആർക്കെങ്കിലും എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്പർ അയച്ചു തരാം. നിങ്ങൾ എന്നോട് സംസാരിക്കൂ. നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കൂ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ച് അങ്ങനെയും കൂടെ റീച്ച് ചെയ്യണം നമ്മുടെ വിളിസോ. ശരിയാക്കില്ല. പിന്നെ അഖിൽമാരാര് എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അതിന് എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. എക്സ്പ്ലനേഷനകത്ത് ഇടയ്ക്കൊരു ചെറിയ ഭാഗത്ത് വ്യക്തമായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ഒരു ഭാഗം പറഞ്ഞിട്ട് അത് മാത്രമായിട്ടൊരു സ്റ്റോറി ഇടേണ്ട കാര്യമുള്ളായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അഖിൽമാരുടെ ഒരു വീഡിയോ യൂട്യൂബിൽ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റലിട്ട് നോക്കുന്നത് സർക്കാസ്റ്റിക് വീഡിയോ ആണ്. സർക്കാസം അറിയാത്ത പല ആളുകളുണ്ട്. അതുകൊണ്ട് ഫുൾ വീഡിയോ ഒന്ന് യൂട്യൂബിൽ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം. മാക്സിമം കമന്റ് ഇടുക, മാക്സിമം ഷെയർ ചെയ്യുക. എന്ത് വിഷയത്തെ പറ്റിയിട്ടും നമുക്ക് വിഷയങ്ങൾ വീഡിയോകൾ ചെയ്യണമെന്ന് പ്രതികരിക്കണോ നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, അഖിൽമാരെ നമ്മളെല്ലാവരും അടച്ചാക്ഷേപിക്കുന്നുണ്ട്. പലരും, ഞാൻ അത്രയ്ക്ക് അടച്ചാക്ഷേപിക്കാൻ തയ്യാറല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം പലർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഇഷ്ടമല്ലാത്തവരും അഖിൽമാരെ കുറ്റം പറയും. അതായത് മഞ്ഞപ്പിത്തമുള്ള ആളുകൾ നോക്കുന്നതെല്ലാം മഞ്ഞ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു തവണ മോട്ടിച്ച ഒരാളെ പിന്നീട് അത് നന്നാവാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എപ്പോഴും കള്ളൻ എന്ന് വിളിക്കുമെന്ന് പറയുന്ന പോലെ അഖിൽമാരെ എന്ത് സത്യം പറയാൻ ശ്രമിച്ചാലും, അദ്ദേഹം ഉള്ള കാര്യം പറയാൻ ശ്രമിച്ചാലും ഒരു വിഭാഗം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന എൻജോയ്മെന്റിലെ എൻജോയ് പ്രസവത്തിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു റിപ്ലൈ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ചില കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അത് എന്തായാലും പറയും. ഇതിനിടയ്ക്ക് ഏതോ ഡോക്ടറിന്റെ കേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് കേസ് കൊടുക്കാൻ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ നോക്കിയിരിക്കണമല്ലോ, കേസ് കൊടുക്കും. അഖിൽമാരെ സംബന്ധിച്ച് പിന്നെ കേസൊന്നും പേടിക്കേണ്ട, അദ്ദേഹം ഇങ്ങനെ പറയത്തേ ഉള്ളൂ, പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അഖിൽമാരുടെ ആ വീഡിയോയുടെ ചെറിയ ഭാഗം, ഒരു 9 മിനിറ്റ് വീഡിയോ ലെങ്ത് ഉള്ള വീഡിയോ ആണ്. ഞാൻ അതിനകത്ത് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇടുന്നുള്ളൂ. ബാക്കി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ പോയി നോക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് സംസാരിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. ഇദ്ദേഹം പറയുന്ന കുറച്ച് എക്സ്പ്ലനേഷനിൽ കുറച്ച് പോയിന്റ്സ് നമ്മളിവിടെ പറയേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് പേഴ്സണൽ തന്നെ അഭിപ്രായമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് വീഡിയോയിലേക്ക് പോവാം. 2.5 വർഷത്തിലധികം ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വർക്ക് ചെയ്ത, അതിൽ തന്നെ ഒരു റിസർച്ച് കമ്പനിയിൽ വർക്ക് ചെയ്ത എനിക്കും സാമാന്യ ബോധമുള്ള വിഷയങ്ങൾ ഇതൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ രംഗത്തെ ഈ മാഫിയകൾ, അതായത് നിങ്ങളുടെ ശരീരത്തെ പരിപൂർണമായും വിറ്റ് നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാഫിയകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു ഗർഭകാലത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇത്രയേറെ ചർച്ചയാവാനുള്ള കാരണം ഇതിന് പിന്നിൽ അവരുണ്ടായതുകൊണ്ട് തന്നെയാണ്. എനിക്കെതിരെ ഒരു ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നു. നോക്കൂ, ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾ ആഘോഷിക്കുന്ന കാര്യം പോലും, ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ് പ്രസവം എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞത് ഒരു കാലത്ത് എന്ന് ഉപയോഗിച്ചുകൊണ്ടും തമാശ രൂപേണ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഇതിനകത്ത് ഈ ഒരു പോയിന്റ് ഇതങ്ങ് വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം ഇത്രയും മതി 2 പോസ്റ്റ് ഇട്ട് ടൈപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ. എനിക്ക് കോമഡി ആയിട്ടൊക്കെ പറയുന്നില്ല, അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അഖിൽമാരാണെങ്കിലും ആ ഒരു സെൻസ് അങ്ങനെ വിട്. അങ്ങനെയൊക്കെ ചില ആളുകൾ കാണത്തുള്ളൂ. മറ്റേ അച്ഛൻ തോക്കൊന്നും പറഞ്ഞ് കാണിക്കുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ കണ്ടാലേ ആളുകൾ കാണത്തുള്ളൂ. നമ്മൾ കാര്യമായിട്ട് ഇവിടെ പറഞ്ഞൊന്നും ആരെങ്കിലും കാണാൻ ആരുമില്ല. എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിക്കണം. എന്തൊക്കെയാണെങ്കിലും ഇങ്ങേര് ഈ ഒരു പോയിന്റിനകത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ എക്സ്പ്ലനേഷൻ ആയിട്ട് 2 എഴുത്തൊന്നും എഴുതേണ്ട കാര്യമില്ലാണ്ട് ഈ ഇത്രയും പോയിന്റ് ആണ് ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള പോയിന്റ്. ഇദ്ദേഹത്തിനുള്ള എക്സ്പ്ലനേഷൻ ഇതാണ് ഇദ്ദേഹം ഇടേണ്ടതും. ഇദ്ദേഹത്തിന്റെ ആ തുറന്ന് സമ്മതിക്കലും അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിച്ചെന്നുള്ള പോയിന്റ് ഇതിലുണ്ട്. പറഞ്ഞത് ഒരു കാലത്ത് എന്ന് ഉപയോഗിച്ചുകൊണ്ടും തമാശ രൂപേണ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാവുന്ന ഒരു കാര്യം എന്ന് കൂടി ഒരു ഇൻവെർട്ടഡ് കോമയിലാണ് ഞാനിത് പറഞ്ഞത്. ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ എൻജോയ് എന്ന വാക്ക്, അതൊരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എന്റെ പ്രാവീണ്യക്കുറവാകാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച തരത്തിലല്ല അത് പുറത്തേക്ക് വന്നത് എന്നുള്ളതുണ്ടാവാം. ഞാൻ കൃത്യമായി പറഞ്ഞത് അമ്മയാകാൻ കൊതിക്കുന്ന നിമിഷത്തിന്റെ ആനന്ദം എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ പ്രസവം എന്ന് പറയുന്ന വേദന നിറഞ്ഞ ഒരു പ്രവൃത്തിയല്ല ഞാൻ അവിടെ പറയുന്നത്. ഇത് ഇത്ര അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അമ്മയാവാൻ കൊതിക്കുന്ന ആനന്ദ നിമിഷത്തെയാണ് എൻജോയ്മെന്റ് എന്നും പ്രസവം എന്ന് പറയുന്ന വേദനയല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാ വേണമെന്ന് പിന്നെ മെഴുകി കുറെ എഴുതി ഇട്ടത്? ഇംഗ്ലീഷിൽ പ്രാവീണ്യക്കുറവുണ്ടെന്നൊക്കെ സമ്മതിക്കും അഖിൽമാരായിരുന്നു നിങ്ങൾ. എനിക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യക്കുറവുണ്ടെന്ന് ഞാൻ പണ്ടേ സമ്മതിച്ച കാര്യമാണ്. വേണ്ട, ഡയലോഗ് മാറിപ്പോകും. ഇവിടെ ഇന്ന് കുട്ടികൾ അമ്മയാകാൻ ഭയപ്പെടുന്നത് യെസ്, ഈ പോയിന്റ് പ്രസക്തമാണ്. അഖിൽമാരെ എത്ര കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും ഇനി പറയുന്ന കുറച്ച് പോയിന്റുകൾ ഇവിടെ നമ്മൾ എടുത്തു വെച്ച് പറയുക തന്നെ വേണം. പുരോഗമനം എന്ന ചില ആളുകൾക്ക് ഇത് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ഇതിവിടെ ഉള്ള കാര്യം തന്നെയാണ്. അതിൽ നമ്മൾ സംസാരിക്കണം. ഇവിടെ പ്രസവം പോലും വേണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് നമുക്കറിയാം. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പല പോസ്റ്റുകളിലും പലരുടെയും ടോക്കുകളിലൂടെ. എനിക്ക് പെറാനേ വയ്യ, എനിക്ക് പെറാൻ വയ്യ എന്ന് പറയുന്ന പല ആളുകളും കണ്ടിട്ടുണ്ട്. അവർ ആരോഗ്യ അവസ്ഥ കൊണ്ടോ അവർക്ക് ശാരീരികമായിട്ട് പ്രസവം ഗർഭിണിയാവാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടൊന്നും അല്ല കേട്ടോ. അല്ലാതെ തന്നെ അതിനൊക്കെ മുന്നേ തന്നെ, വിവാഹത്തിന് ഒരുപക്ഷെ മുന്നേ തന്നെ എനിക്ക് പെറാനൊന്നും താല്പര്യമില്ല എന്ന് പറയുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ആളുകളെയും കൂടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്കത് പ്രസവം എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യം തന്നെയാണ്. ഒരാണും ഇവിടെ കിടന്ന് ഞാൻ വരച്ചാലും പെറാൻ പറ്റത്തില്ല.
ഈ പെറാൻ എന്നൊക്കെ പറയുമ്പോൾ നാടൻ ഭാഷയാണ്, അതിന് ഇനിയിപ്പോൾ വേറെ രീതിയിൽ എടുക്കല്ലേ, പറ്റത്തില്ല. അപ്പൊ അത് ഈ പറയുന്ന സ്ത്രീക്ക് മാത്രമേ പറ്റൂ. നമ്മൾ സ്ത്രീയെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ത്രീയും പുരുഷനും തുല്യതയിലുപരി ഒരു പടി സ്ത്രീക്ക് മേളിൽ തന്നെ നിർത്തണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിമുലേറ്റർ ഒക്കെ വെച്ചിട്ട് പ്രസവത്തിന്റെ ഈ പീരീഡ്സിന്റെ വേദനയൊക്കെ കുറച്ചു നേരം പുരുഷന് പറ്റുമായിരിക്കും. അതിനും അപ്പുറത്തേക്ക് പ്രസവ വേദനയൊന്നും പുരുഷനൊന്നും ഒരിക്കലും പറ്റത്തില്ല. പിന്നെ വന്നിട്ട് ചില ആളുകൾ അങ്ങനെ നിനക്ക് വേദനയുണ്ടോ ഇങ്ങനെ ആണോ സഹിക്കാൻ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എന്തുവാ മറ്റേ ലക്ഷ്മി മറ്റേ നമ്മുടെ അവര് കറക്റ്റ് എനിക്ക് പേരറിയത്തില്ല കേട്ടോ, പറയുന്ന കേട്ടോ ഒരു പുരുഷൻ ഒരിക്കലും സ്ത്രീ അനുഭവിക്കുന്ന പീരീഡ്സിന്റെ വേദന സഹിക്കാൻ പറ്റത്തില്ല, പ്രസവ വേദന സഹിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും പണയണ്ട കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ അവര് അവരുടേതായ പ്രോസസ്സിലൂടെ ഇങ്ങോട്ട് വരുന്നതാ. പുരുഷൻ അത് ഇല്ലാത്തതുകൊണ്ടാണ് അനുഭവിക്കാൻ പറ്റാത്തത്. സ്ത്രീയും പുരുഷനും മരണവേദന അനുഭവിക്കുന്നില്ലയോ, മരിച്ചു പോകുന്നില്ലയോ? അപ്പൊ അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്തണ്ട. അത് സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്താ, സ്ത്രീയുടെ ശരീരത്തിൽ ഇൻബിൽഡ് ആയിട്ടുണ്ട്. പുരുഷൻ അത് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാം. പുരുഷനും ജന്മന ഈ പറയുന്നോട്ട് ഒരു പ്രായം കഴിയുമ്പോൾ പീരീഡ്സ് വരികയും പിന്നെ പ്രസവത്തിന് പറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവരും അറിഞ്ഞേനെ. അത് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഇരുന്നിട്ട് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ലൊന്നും പറയണ്ട. സ്ത്രീക്കായിരുന്നു ഈ തിരിച്ച് പുരുഷനായിരുന്നു പ്രസവിക്കാൻ കഴിവും സ്ത്രീക്ക് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് നിങ്ങൾ പറയുമോ? അങ്ങനൊന്നുമില്ല. ഇത് മനുഷ്യന് ഇൻബിൽഡ് ആയിട്ട് അവരുടെ ശരീരത്തിൽ ആ ഒരു കാര്യം ഉണ്ടാവുകയും അത് അനുഭവിച്ച് വരികയും ചെയ്യുക. അല്ല പെട്ടെന്ന് ഒരു ദിവസം ഒരു പെണ്ണ് എണീച്ചങ്ങ് പ്രസവിക്കുമല്ല പിറ്റേ ദിവസം. അതുകൂടെ മനസ്സിലാക്കണം. അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോ അങ്ങനെ വേണ്ട കേട്ടാ. ഈ പോയിന്റ് കേട്ടോ. ഇവിടെ ഇന്ന് കുട്ടികൾ അമ്മയാകാൻ ഭയപ്പെടുന്നത്, സ്ത്രീകൾ അമ്മയാകാൻ ഭയപ്പെടുന്നത് ഗർഭകാലഘട്ടത്തെ ഒരു രോഗകാലഘട്ടമാക്കി സമൂഹം ട്രീറ്റ് ചെയ്തതിലൂടെ സംഭവിച്ചതാണ്. താൻ ഗർഭിണിയായി കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയം ഓരോ പെൺകുട്ടികളുടെ മനസ്സിലേക്കും ഇട്ടുകൊടുത്തതാണ്. ഈ ഭയം ആരാണ് മുതലെടുക്കുന്നത്? ഈ പറയുന്ന വൻകിട ആശുപത്രി മാഫിയകൾ, അതുപോലെ തന്നെ മരുന്ന് കമ്പനിക്കാർ. ഇനി ഇത് വളരെ കറക്റ്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. മെഡിക്കൽ റെപ്പായിട്ടായിരുന്ന അഖിൽ മാരാർക്ക് ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുമായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം, പല പെൺകുട്ടികൾക്ക് ഇന്ന് പ്രസവിക്കാൻ പേടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നോർമൽ ഡെലിവറി, സുഖപ്രസവം എന്ന് പറയരുത് കേട്ടോ, വാക്ക് പറഞ്ഞാൽ അവർക്ക് സുഖമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് അത് വേണ്ട. നോർമൽ ഡെലിവറി ഇന്ന് പല സ്ത്രീകളില്ല, ചില സ്ത്രീകൾ എനിക്ക് നോർമൽ ഡെലിവറി പറ്റുന്ന സാഹചര്യമാണെങ്കിലും അത് വേണ്ട, എന്നെ കീറി എടുത്താൽ മതി, ഇല്ല സിസേറിയൻ ചെയ്താൽ മതി എന്ന് പറയുന്നത് എന്റെ ചെവിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനോട് ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? ഇവിടുത്തെ ഈ പറയുന്ന ചില ഹോസ്പിറ്റലിൽ കടന്നു കയറ്റവും ആളുകളിൽ ഇതെന്തോ വലിയൊരു പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ നോർമൽ കാര്യമാണ്. പ്രസവം എന്ന് പറയുന്നത് നോർമലാണ്. ഈ പട്ടിയിലും പൂച്ചയിലും ഉള്ളതുപോലെ ഒരു നോർമൽ കാര്യം. ഇത് അങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നും വിചാരിക്കരുത്. പട്ടിയിലും പൂച്ചയിലും ഇതെല്ലാത്തിനും അതിൻ്റെതായ വേദന അനുസരിച്ച് പട്ടിയായാലും പൂച്ചയായാലും എല്ലാം വേദന അനുഭവിച്ച് തന്നെയാണ് പ്രസവിക്കുന്നത്. അതിന്റെ ശരീരത്തിനുള്ള വേദന അനുഭവിക്കുന്നുണ്ടാവും. നമുക്കത് അറിയാൻ പറ്റുന്നില്ലേ ഉള്ളൂ. മനുഷ്യരും അതുപോലെ തന്നെ, അത് നാച്ചുറൽ പ്രോസസ്സാണ്. അതുമായിട്ട് പറയുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അതിനിണയുമായിട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇത്ര കാലം കഴിയുമ്പോഴത്തേനും അത് പ്രസവിക്കും എന്നുള്ളത് നാച്ചുറൽ ആയിട്ട് പ്രോസസ്സാണ്. സ്ത്രീയും അത് പ്രസവിക്കുന്നുള്ള നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ ഈ നാച്ചുറൽ പ്രോസസ്സിനെ കുറച്ച് ഡിഫിക്കൽട്ട് ആക്കി കൊടുത്തു. ഇത് പട്ടി പറയുന്നു, അത് മനുഷ്യൻ പറയുന്നു, അങ്ങനെ ഇതെല്ലാം നാച്ചുറൽ പ്രോസസ്സാണ്. അങ്ങനെ തന്നെ കാലം അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിരിക്കുവാണ്. കാലം നല്ലെന്നുണ്ടെങ്കിൽ അതങ്ങനെ എന്ത് പറയാം, അതിനെ അങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. ഒരു ദിവസം പെട്ടെന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കാക്ക ഇങ്ങ് പ്രസവിക്കുവോ? അങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം പോയിട്ട് ഒരു പൂച്ചിരുന്ന് മുട്ടയിടുവോ? എന്നിട്ട് അടയിരിക്കുവോ? ഇല്ല. അതെന്താ? അത് അതിന്റെ പ്രോസസ്സിലേ നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് നാച്ചുറലായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്ന കൃത്യമായിട്ട് ഗർഭിണിയാവുകയും 8 മാസം കഴിഞ്ഞ് 9 മാസം ആ ഒരു ടൈമിലാവുമ്പോഴത്തേക്കും ഇത് പ്രസവിക്കുകയും ചെയ്യുന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിനെ ഭയപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകൾക്കും പല പെൺകുട്ടികൾക്കും എനിക്ക് പ്രസവിക്കുകയേ വേണ്ട, എനിക്ക് പ്രസവത്തിന് മുമ്പ് എനിക്കത് നോർമൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് കീറി എടുത്താൽ മതി, സിസേറിയൻ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ന് പല സ്ത്രീകളുടെ മനസ്സിനെ കൊണ്ടുപോകപ്പെട്ടിട്ടുണ്ട്. ഒരു രോഗാവസ്ഥ ഇല്ലെങ്കിലും അതിന് ഈ അഖിൽമാരായിട്ട് പറയുന്നതിൽ എനിക്ക് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അനുഭവസ്ഥനാണ് ഞാൻ പലയിടത്തും. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നോർമൽ ഡെലിവറിയിൽ നിന്നും സിസേറിയന്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇത് ഇങ്ങേരി പറയുന്ന കണക്കുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചോണം. ഇങ്ങേരി എന്ന് പറയുവാണ്, നമ്മൾ പരിശോധിക്കുകയാണോ നൈസായിട്ട് അങ്ങ് പറയും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പരിശോധിച്ചോണേ എന്ന് പറയുന്നത്. ഇത് ആരോഗ്യരംഗത്തെ വികസനമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാണരുത്. മുളച്ചു പൊന്തുന്ന ആശുപത്രികളുടെ എണ്ണം ആരോഗ്യരംഗത്തെ വികസനമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാണരുത്. നിങ്ങൾ ഒരുപാട് രോഗികൾ ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ഒരുപാട് ആശുപത്രികൾ ഉണ്ടായത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ സിസേറിയന്റെ എണ്ണം കൂടുന്നത് നോർമൽ ഡെലിവറിയിലേക്ക് പോകാൻ പെൺകുട്ടികൾ ഭയപ്പെടുന്നത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നോർമൽ ഡെലിവറിയിലേക്ക് പോകാൻ ഭയപ്പെടുന്നോണ്ടല്ല സിസേറിയൻ നടക്കുന്നത്. അത് അവർക്ക് ശാരീരിക അവസ്ഥ കൊണ്ട് സിസേറിയൻ നടക്കുകയാണ്. പണ്ട് കാലത്ത് സിസേറിയൻ ചില ഓപ്ഷൻ ഇല്ലായിരുന്നു. സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ വളവും തിരിവൊന്നും അറിയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രസവിച്ച് ചിലർ മരിച്ചുപോയി. ഇന്ന് അങ്ങനല്ല. ഇന്ന് മിക്കവാറും എല്ലാവരെല്ലാം നോർമൽ പ്രസവം പറ്റുന്നവർക്ക് അത് പറ്റുന്നുണ്ട്. സിസേറിയൻ അത് വേണ്ടാത്തവർക്ക് അതും ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് അതല്ല. നോർമൽ ഡെലിവറി പറ്റുന്ന ആളുകളും എനിക്ക് കീറി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്റെ നേരിട്ട് എനിക്ക് അറിയാവുന്ന അനുഭവം വരെ ഉണ്ട്. അതാ ഞാൻ പറയുന്നത്. അതായത് പ്രസവിക്കാനുള്ള കിടക്കുമ്പോൾ കൂടെ അടുത്ത് പ്രസവത്തിന് കൊണ്ടുപോയ ഒരാൾ പറഞ്ഞ ഒരു അനുഭവം എനിക്കറിയാം. അടുത്ത ആൾ പ്രസവിക്കും, അവർക്ക് നോർമൽ ഡോക്ടർ പറയുന്നുണ്ട്, പക്ഷെ ആ പെൺകുട്ടിക്ക് അവർക്ക് അത് പറ്റത്തില്ല. ഉടനെ കിടന്ന് കരയുവാണ്, എനിക്കിത് വേണ്ട എന്നെ കീറി എടുത്താൽ മതി എന്ന്. അങ്ങനെ അത് നടന്നിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എനിക്കറിയാം. അതാ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലൈഫിലും പലർക്കും അത് അറിയാമായിരിക്കും. പിന്നെ ആളുകളിലേക്ക് വ്യക്തികളിലേക്ക് പോകാൻ നമുക്ക് അവരെ അതിന്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലാക്കുക, നോർമൽ ഡെലിവറിയാണ് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഏറ്റവും ആരോഗ്യവതിയായി നിലനിർത്തുന്നത് എന്ന സയൻസിനെ നിങ്ങൾ മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടാണ് സിസേറിയനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് 10 മുതൽ 15% വരെ ഈ നോർമൽ ഡെലിവറി നിലനിർത്താൻ WHO പറയുമ്പോൾ ഇങ്ങനെ ഇത് കണക്കൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോണം, ഇല്ലെങ്കിൽ നാളെ കണക്ക് മാറ്റിക്കളയും. 40 മുതൽ 45% വരെ സിസേറിയൻ നിരക്കാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്നെ എതിർക്കുക, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുക എന്നതിലൂടെ നിങ്ങൾ ഇപ്പുറത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഈ ഫെമിനിസം ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും പുച്ഛിക്കുന്നത് വീടിനുള്ളിൽ ഇരിക്കുന്ന അമ്മയാകാൻ. ഇത് കുറച്ച് സാധ്യത കേട്ടോ, അത് സാധാരണക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾ സ്റ്റോയിൽ ഇട്ടൊന്ന് കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം നൈസായിട്ട് ഇതിനകത്ത് വേറെ സാധനം കൂട്ടി കെട്ടിയിട്ട് ഊരാൻ ശ്രമിക്കും. എന്നാൽ അകലെ ഊരത്തില്ല. അമ്മയാകാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ അമ്മയാകാൻ വിധിക്കപ്പെട്ടത് മറ്റാരുടെയോ പ്രേരണയിലാണെന്നും ഭർത്താവിന്റെ പേടിച്ച് കഴിയുന്ന സ്ത്രീകളാണെന്നും ഒക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ സ്ത്രീകൾ ജന്മം നൽകിയ ഒരു കുഞ്ഞാണ് ഒരു കാലത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട്. ഇങ്ങനെ വേണ ഇതിലേക്ക് കൊണ്ട് കെട്ടാനുള്ള പരിപാടിയായിരുന്നു. ഇനി കേട്ടോ, ഇനി ഞാൻ കുറച്ച് കാര്യം പറയാം കേട്ടിട്ട്. നമുക്ക് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ സ്ത്രീകൾ ജന്മം നൽകിയ ഒരു കുഞ്ഞാണ് ഒരു കാലത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. ഈ ജന്മം നൽകിയ ഒരു കുഞ്ഞാണ് ഈ രാജ്യത്തെ നിയന്ത്രിച്ചിട്ടുള്ളത്. ഇതുപോലെ ജന്മം നൽകിയ ഒരു കുഞ്ഞാണ് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ലോകത്തിന്റെ നെറുകയിലെത്തിയത്. അതും ജന്മം നൽകിയ ഒരു അമ്മയാണ്. അതെ, ഇതുപോലെ അമ്മ ജന്മം നൽകിയ ഒരു പന്നനാണ് അജ്മൽ കസബായത്. ഇതുപോലെ അമ്മ ജന്മം നൽകിയ ഒരു പന്നനാണ് ഇവിടെ ഗോവിന്ദചാമിയായത്. ഇതുപോലെ അമ്മ ജന്മം നൽകിയ ഒരു പന്നയാണ് ഇവിടെ ജോളിയായത്. അതുകൊണ്ട് വ്യക്തികളെ നോക്കിയിട്ട് ആ ഒരു പരിപാടിയെ പറയരുത് കേട്ടോ. അങ്ങനെ ജന്മം നൽകി എന്ന് പറഞ്ഞ് അവര് ജന്മം നൽകി, അവരെന്ത് കഴിച്ച് ഇതിങ്ങനെയൊക്കെ ആയിപ്പോന്ന് പറഞ്ഞോ. ചിലർ നല്ലതാവും, ചിലർ ചീത്തയാവും. അതുകൊണ്ട് നമ്മൾ അതും പറയേണ്ടി വരും അങ്ങനെ പറയാനാണെങ്കിൽ. അതുകൊണ്ട് അത് പറഞ്ഞെങ്കിൽ മെഴുകി ഊരാൻ നോക്കണ്ട അഖിൽമാരെ. ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കർ ജന്മം നൽകി, അതുപോലെ പ്രധാനമന്ത്രിക്ക് ജന്മം നൽകി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഓപ്പോസിറ്റ് ഇവിടെ പന്നന്മാർക്കും ജന്മം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രസവം എന്ന് പറയുന്ന പ്രോസസ്സിനെ അത് അതിൻ്റെതായ രീതിയിൽ നടക്കുന്ന സാധനമാണ്. അപ്പൊ അഖിൽമാരാര് പറഞ്ഞൊരു സാധനത്തെ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകണ്ട. അപ്പൊ അതും കൂടെ പറയേണ്ടി വരും. ഒരിക്കൽ പ്രസവിച്ച ഒരു സ്ത്രീക്ക് ആ പ്രസവം ഒരു മഹാദുരന്തമായിട്ടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവൾ എങ്ങനെയാണ് 2ാമതും 3ാമതും 4ാമതും 5ാമതും ഒക്കെ പ്രസവിക്കുക? ഇന്നും പ്രസവം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് എന്തായാലും അത് പറയാൻ പറഞ്ഞില്ല ആ സമയത്ത്. ലൂപ്പടച്ചാ പോകുന്നത്. ഇല്ലെങ്കിൽ പറയത്തില്ലേ, രാജ്യത്ത് ജനസംഖ്യ കൂടുന്നത് കൊണ്ട് തന്നെ ഇവിടെ കുടുംബാസൂത്രണം വേണം, നാം 1 നമുക്ക് 2, നാം 1 നമുക്ക് 1 ഒക്കെ പറ്റത്തോളം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ച് പോകുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിലേ അഖിൽമാരാരുടെ പാർട്ടി ചിലപ്പോൾ അഖിൽമാരോട് വഴക്ക് പറയും. ഭാഗമായിട്ട് പല സംസ്ഥാനങ്ങളും ജനസംഖ്യയിൽ നിയന്ത്രണം വരുന്നതിന്റെ ഭാഗമായിട്ട് പ്രസവം 1ഓ 2ഓ ആക്കി കുറച്ചതല്ലാതെ സ്ത്രീകൾക്ക് പ്രസവിക്കേണ്ട എന്നതാണോ നിങ്ങളുടെ ആഗ്രഹം? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പൊ എന്റെ ഭാര്യ, ഞാൻ പറഞ്ഞു, 5 കുട്ടികളെ പ്രസവിക്കാൻ ആഗ്രഹിച്ചൊരു സ്ത്രീയാണ് എന്റെ ഭാര്യ. അത് ഞാൻ അവളിലേക്ക് അടിച്ചേൽപ്പിച്ചതല്ല. ഒരമ്മയാകാൻ കൊതിക്കുന്ന, കുട്ടികളെ കൂടുതൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, കുഞ്ഞുങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരെ വളർത്തി വലുതാക്കി ഈ രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന ഒരു മികച്ച വ്യക്തിത്വങ്ങളാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സുമായി ജീവിക്കുന്ന സ്ത്രീകൾ ഈ രാജ്യത്തുണ്ടെന്ന്. അഖിൽമാരാരുടെ വൈഫിന് ആ രീതിയിൽ ഞാൻ ഹാറ്റ്സ് ഓഫ്. അങ്ങനെ ഒരു മനസ്സ് സ്ത്രീക്ക് ഉണ്ടാകുന്ന വലിയ കാര്യമാണ് ഈ വന്ന കാലത്ത്. ഞാൻ പറഞ്ഞല്ലോ, പല സ്ത്രീകൾക്കും 1 കൊച്ച് മതി, 2 കൊച്ച് മതി മാക്സിമം എന്ന് പറഞ്ഞിട്ട് എനിക്കിനി പെറാൻ വയ്യ, എനിക്കിനി വയ്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു സ്ത്രീ ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിക്കണമെന്ന് ആഗ്രഹിക്കുക. അത് മനസ്സുകൊണ്ട് ആരുടെ നിർബന്ധമില്ലാതെ ആഗ്രഹിക്കുന്നതും ആ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി ഒരു സത്യം പറഞ്ഞ ഒത്തിരി സഹോദരങ്ങൾ ഉണ്ടാവുക ആ ഒരു കുടുംബത്തിൽ. ആരോഗ്യമുള്ള സ്ത്രീകളുടെ കാര്യം കേട്ടോ പറയുന്നത്, ബുദ്ധിമുട്ടുണ്ടായിട്ട് പ്രസവിക്കണമെന്നല്ല. അതൊരു വലിയ സ്ട്രെങ്ത് തന്നെയാണ്. അത് ഒരു വീട്ടിൽ ഒറ്റ കുഞ്ഞൊക്കെ ഉള്ളവർക്ക് പലർക്കും മനസ്സിലാവും. 2 സഹോദരങ്ങൾക്ക് ഒരു 3-4 പേരുണ്ടെങ്കിൽ ഒരു സ്ട്രെങ്ത് ആണ്. ഒരാൾക്കൊരു സപ്പോർട്ടാണ്. അത് നല്ല കാര്യം തന്നെയാണ്. അതിന് അങ്ങനത്തെ സ്ത്രീകൾക്ക് ഹാറ്റ്സ് ഓഫ് ഉറപ്പായിട്ടും. മനസ്സിലാക്കുക. അപ്പം മുന്നോട്ട് പോകാൻ പറ്റുന്ന കാലത്തോളം ഞാൻ മുന്നോട്ട് പോകും. സത്യം സംസാരിക്കാൻ പറ്റുന്ന കാലത്തോളം ഞാൻ സത്യം സംസാരിക്കും. അതിലൊന്നും നിങ്ങൾക്ക് ആർക്കും എന്നെ തടയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സത്യം സംസാരിക്കണം. പക്ഷേ ഇങ്ങനെ പറയുന്നതൊക്കെ 2ാമതും 3ാമതും വീഡിയോ ഇട്ടും പോസ്റ്റ് എഴുതി എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടി വരുമ്പോഴാണുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, അഖിൽമാരാർ ആ പറഞ്ഞ പോയിന്റിൽ ഇദ്ദേഹം എൻജോയ് ചെയ്ത് പ്രസവിക്കണം. അപ്പൊ ഇന്ന് വന്ന കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അന്ന് പറഞ്ഞ ആൾക്ക് തിരിഞ്ഞില്ല. അത് വന്നിട്ട് ഒരു സ്റ്റോറി ഇട്ടാൽ മതി. ഞാൻ ഇതാ ഉദ്ദേശിച്ച എൻജോയ്മെന്റ്. അതായത് പണ്ട് സ്ത്രീകൾക്ക് ഇതിനോട് വലിയ താല്പര്യമായിരുന്നു. അവർ വലിയ രീതിയിൽ ഇതിനെ പ്രസവം എന്ന് പറയുന്ന വലിയൊരു സന്തോഷത്തോടെ കണ്ടിരുന്നു. അത് ഒരു പ്രസവത്തിലേക്ക് വന്നിരുന്നു. പക്ഷെ ഇന്ന് പല സ്ത്രീകൾക്കും ആ പ്രസവത്തെ ചില ഹോസ്പിറ്റലുകളിലെയും ചില വ്യക്തികളുടെയും അല്ലെങ്കിൽ ഇതുപോലത്തെ മരുന്ന് കമ്പനികളുടെയും
കാര്യങ്ങളിലെയും കടന്നു കയറ്റത്തിലുള്ള ഭയം വരുത്തി വെച്ചതുകൊണ്ട് അവർക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ തന്നെ നോർമൽ ഡെലിവറിക്ക് താല്പര്യമില്ല, അവർ സിസേറിയനിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ അങ്ങ് പണഞ്ഞാൽ മതിയായിരുന്നു. ഇതിനിപ്പോൾ എന്തോ വെച്ചാൽ പണഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നൊന്നുമില്ല. എങ്ങനെയുണ്ട് പുതിയ സ്റ്റൈല്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.